അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഗസ വിശന്നു മരിക്കുകയാണ്. ഭക്ഷണമില്ലാതെ, കുടിവെള്ളമില്ലാതെ, ചികിത്സയില്ലാതെ, വെളിച്ചമില്ലാതെ ഗസയിലെ മക്കൾ ഇസ്രയേൽ ഉപരോധത്തിൽ വീർപ്പുമുട്ടുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തപരാധമാണ് അവർ ചെയ്തതെന്ന് നീതിബോധമുള്ള ഒരാളും ഇതുവരെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഗസയിലെ സഹോദരങ്ങൾ കടുത്ത പീഡനങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മളിലുണ്ടാവേണ്ട ചില ചിന്തകളുണ്ട്. നമ്മുടെ തീന്മേശകളിൽ വിളമ്പിവെക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ധാരാളിത്തം കടന്നു വരരുത്. പാത്രം നിറയെ ഭക്ഷണം വിളമ്പി അവസാനം വേസ്റ്റ് കുഴിയിലേക്ക് തട്ടിമാറ്റുന്ന സ്ഥിതിവിശേഷമാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മണ്ണ് തിന്നുകൊണ്ടിരിക്കുന്ന ആ പാവം സഹോദരങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ അവരോടുള്ള ഒരു മനസ്സാക്ഷിയില്ലാത്ത പെരുമാറ്റമായിരിക്കുമത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഗസയ്ക്ക് വേണ്ടി എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാനുള്ളത്? അവരോട് ഐക്യദാർഢ്യമുണ്ടാവണം. അവർക്ക് വേണ്ടി രാവും പകലും റബ്ബിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഈ കടുത്ത അനീതിക്കെതിരെ ശബ്ദമുയർത്തി അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മളുണ്ടാവണം. അതിനപ്പുറം നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പണിയുവാൻ ധാരാളിത്തമില്ലാതെ, ധൂർത്തില്ലാതെ ലഭിച്ച അനുഗ്രഹങ്ങളെ മഹത്വമായി വലിയതായി കാണുവാനുള്ള ആ ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിലുണ്ടാവേണ്ടത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമിഹി, മനുഷ്യൻ അവൻ്റെ മുമ്പിലെത്തുന്ന ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ. എങ്ങനെയാണ് ആ അനുഗ്രഹം അവനിലേക്ക് വന്നു ചേർന്നത്? ഭക്ഷണമെന്ന ആ വലിയ അനുഗ്രഹത്തിന് മുമ്പിൽ നന്ദിയോടെ അതിനെ ഓർക്കുവാൻ, അതിനെ ഉപയോഗപ്പെടുത്തുവാൻ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം നല്ല രൂപത്തിൽ അതിനെ വിനിയോഗിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഗസയിലെ സഹോദരങ്ങൾക്ക് കരുണയും സഹായവും ലഭിക്കുവാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉയരട്ടെ. അസ്സലാമു അലൈക്കും.